അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരെ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശുദ്ധ റമദാനിലെ ആരാധനകൾ നിർവഹിച്ച ശേഷം മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. റമദാനിന് ശേഷം വന്നെത്തുന്ന ഈദുൽ ഫിത്തർ മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കുവാനും ആനന്ദിക്കാനുമുള്ളതാണ്. വ്രതാനുഷ്ഠാനം കഠിനമായ സഹനത്തിലൂടെയും അങ്ങേയറ്റത്തെ സമർപ്പണത്തിലൂടെയും ഒരു മാസക്കാലം അനുഭവിക്കുകയായിരുന്നു. പകൽ മുഴുവനും വ്രതാനുഷ്ഠാനം നിർവഹിക്കുകയും ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും തന്റെ ശരീരത്തിന്റെ മറ്റാവശ്യങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി ശാന്തനായി ജീവിച്ച മനുഷ്യൻ പെരുന്നാളോടുകൂടി അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെ നന്മകൾ നിലനിർത്തുവാനുള്ള പ്രതിജ്ഞ പുതുക്കുകയാണ്. റമദാനിന്റെ പകൽ സമയങ്ങളിൽ വ്രതാനുഷ്ഠാനമാണെങ്കിൽ രാത്രിവേളകളിൽ ദീർഘമായ നമസ്കാരവും പ്രാർത്ഥനകളും കീർത്തനങ്ങളുമായിരുന്നു. ഈ ഒരു മാസക്കാലം എത്ര സജീവമായിരുന്നുവോ അതിനനുസരിച്ചാണ് തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു പോകുവാൻ കരുത്തും ധൈര്യവും ലഭിക്കുക. പെരുന്നാൾ ദിവസം പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിന്റെ നാമമാണ്. അള്ളാഹുവിന്റെ സ്തുതി കീർത്തനങ്ങളാണ് അന്ന് എങ്ങും ഉയർത്തപ്പെടുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു സത്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അന്ന്. അവന്റേതാണ് സർവ്വ അനുഗ്രഹങ്ങളും, അവനാണ് സർവ്വ ആരാധനകളും, അവനല്ലാതെ മറ്റൊരു പങ്കുകാരനുമില്ല എന്ന ഈ ഒരു ആദർശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് പെരുന്നാൾ ദിവസം മുഴക്കുന്ന തക്ബീർ ധ്വനികളിലുള്ളത്. മനുഷ്യൻ അള്ളാഹുവിന് കീഴൊതുങ്ങുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് അവൻ സ്വയം ചെറുതായതായി അനുഭവപ്പെടും. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നം മനുഷ്യരോരോരുത്തരും സ്വയം വലിയവരാവാൻ ശ്രമിക്കുന്നു എന്നതാണ്. ആരാണ് വലിയവൻ എന്ന ചിന്തയിൽ ആളുകൾ മത്സരിക്കുകയാണ്. കയ്യേറ്റങ്ങളും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നത് ഓരോരുത്തരും അവരുടെ വലിപ്പം സ്ഥാപിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം തന്നെ ഒരു സന്ദേശം: മനുഷ്യരാരും വലിയവരല്ല എന്ന, ഏറ്റവും വലിയവനായി അള്ളാഹു ആണ് എന്ന, അവരെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവനാണ് ഏറ്റവും വലിയവനെന്ന ആ ഒരു സന്ദേശം പെരുന്നാളിൽ ലഭിക്കുന്നത്. ഈ സന്ദേശമാണ് സത്യത്തിൽ ലോകത്തിന് ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടേണ്ടത്. ലോക സമാധാനത്തിന് വേണ്ടി, ലോകത്തെ മനുഷ്യർക്കിടയിൽ സൗഹാർദ്ദവും സഹിഷ്ണുതയും നിലനിർത്തുന്നതിന് വേണ്ടി ആളുകൾക്ക് നൽകേണ്ട സന്ദേശവും മനുഷ്യരെ നിങ്ങളൊക്കെ ചെറിയവരാണ് എന്നാണ്. പെരുന്നാളിന്റെ കീർത്തനങ്ങളിൽ, തക്ബീർ ധ്വനികളിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരാദർശം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരിൽ പലരും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട്. സൃഷ്ടിപ്പ് നടത്തിയത്, സംരക്ഷണം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത് എല്ലാം ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവമല്ലാത്തവരോട് പ്രാർത്ഥനകളും ആരാധനകളും നടത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ചിലരൊക്കെ ദൈവത്തിലേക്ക് എത്തുവാൻ വേണ്ടി മധ്യസ്ഥന്മാരെ സ്വീകരിച്ചവരുണ്ട്. ഇടയാളന്മാരും മധ്യസ്ഥന്മാരും ഇടയ്ക്ക് മനുഷ്യരുടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മനുഷ്യരെ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ, മനുഷ്യരെ അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല, അവനാണ് ഏറ്റവും വലിയവൻ എന്ന ഈ സന്ദേശം പെരുന്നാൾ ദിനത്തിൽ മുസ്ലിങ്ങൾ ആലപിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ വളരെ വലുതാണ്. എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മതവിശ്വാസികൾക്കിടയിലും അത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. മനുഷ്യനെ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് പകരം, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ഇടത്തട്ട് കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ചൂഷണ കേന്ദ്രങ്ങളുണ്ട്. ചൂഷകന്മാരായ ഒട്ടേറെ ആളുകൾ ദൈവത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഇന്ന് നാടുനീളെ മുളച്ചു പൊന്തുന്ന ആത്മീയ കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും സിദ്ധമഠങ്ങളുമൊക്കെ ഇത്തരത്തിൽ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ
മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഇടയാളന്മാരായി ചമയുന്ന ആളുകൾ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ മനുഷ്യർക്ക് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടയാളൻ ആവശ്യമില്ല എന്നും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും സഹായിക്കുന്നവനും പടച്ചവൻ മാത്രമാണെന്നും പടച്ചവന് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുള്ളത് അറിയുമെന്നും അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും അവന്റെ ദൈവത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കാമെന്നുമുള്ള സന്ദേശം ഉദ്ഘോഷിക്കപ്പെടുന്നത്. സത്യത്തിൽ പ്രവാചകന്മാരെല്ലാവരും വന്ന് ജനങ്ങൾക്ക് നൽകിയ സന്ദേശവും ഇതന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം. ആ സന്ദേശം തന്നെയാണ് ബലിപ്പെരുന്നാളിൽ തക്ബീർ ധ്വനികൾക്കിടയിൽ ഇന്ന് മുഴക്കിക്കൊണ്ടിരിക്കുന്നതും. പലപ്പോഴും ആളുകൾ ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലാണ്. ആ കേന്ദ്രങ്ങളിലാകട്ടെ മനുഷ്യന്റെ വിശ്വാസവും അവന്റെ സമയവും അവന്റെ സമ്പാദ്യവും അവന്റെ പണവും അവന്റെ സർവസ്വവും അത്തരം കേന്ദ്രങ്ങളിൽ വെച്ച് ചൂഷണത്തിന് വിധേയമാവുകയാണ്. പെരുന്നാൾ സുദിനം നമുക്ക് ആഘോഷിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുകയും ആശംസകൾ കൈമാറുകയും ഒന്നിച്ച് ഈദ്ഗാഹുകളിലും പള്ളികളിൽ ചെന്ന് നമസ്കരിക്കുകയും പെരുന്നാൾ സദ്യകൾ ഉണ്ണുകയും ചെയ്യുന്നത് ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പെരുന്നാൾ ദിനം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി വിശ്വാസികൾ ഒന്നിച്ച് നമസ്കാര സ്ഥലത്തെത്തിപ്പെടുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒന്നിച്ച് നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ആ നമസ്കാരത്തിൽ കാണുന്ന ഐക്യമാണ് പെരുന്നാളിന്റെ മറ്റൊരു സന്ദേശം. മനുഷ്യരെല്ലാവരും ഒന്നാകുന്നു എന്ന ഒരു സന്ദേശം, മനുഷ്യർക്കിടയിൽ ഉച്ച നീചത്വങ്ങളില്ല എന്ന ഉദാത്തമായ ഒരു ആദർശം. ആ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ പെരുന്നാൾ നമസ്കാരത്തിൽ നാം കാണുന്നു. ആദ്യം എത്തിയവൻ ആദ്യവരിയിൽ നിൽക്കുന്നു, പിന്നീട് എത്തിയവൻ അതിന് പുറകിൽ നിൽക്കുന്നു. അവിടെ ഉന്നതനും താഴ്ന്നവനുമില്ല, അവിടെ സവർണനും അവർണനുമില്ല, അവിടെ പണക്കാരനും പാവപ്പെട്ടവനുമില്ല, എല്ലാവരും തുല്യരാണ്. മാത്രവുമല്ല, മനുഷ്യരാശിയുടെ ഐക്യവും മനുഷ്യർക്കിടയിലുള്ള സഹോദര്യവും പുനഃപ്രഖ്യാപനം ചെയ്യുന്ന ഒരു ദിവസമാണത്. മനുഷ്യർ ഏക സമൂഹമാണ്. ഖുർആൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളുടെ ഈ സമൂഹം ഒരു സമൂഹമാണ്, മനുഷ്യരാശി ഒന്നാണ്, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. ഈ ഒരു സന്ദേശം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരാരാധനയാണ് പെരുന്നാൾ ആഘോഷം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ വിളിച്ചുകൊണ്ട്, മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുണ്ടായതാണ്, ആദ്യ മനുഷ്യനായ ആദമിന്റെ മക്കളാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനുമാണ്. അതുകൊണ്ട് ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ, ഒരു അറബിക്ക് അനറബിയെക്കാളോ ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല അവന്റെ മനസ്സിലുള്ള ദൈവഭക്തി കൊണ്ടല്ലാതെ. പടച്ചവൻ പരിഗണിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുള്ള ഭക്തിയും അവന്റെ സൂക്ഷ്മതയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അവന്റെ ജീവിതവുമാണ്. മനുഷ്യരുണ്ടാക്കിയ ഉച്ചനീചത്വങ്ങൾക്കൊന്നും അള്ളാഹുവിൽ യാതൊരു സ്ഥാനവുമില്ല. പലപ്പോഴും ആളുകൾക്കിടയിൽ ഉന്നതൻ ഒരുപക്ഷെ പണക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ ജനിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ അധികാരമുള്ളവനായിരിക്കാം. ഇതൊക്കെയാണ് മനുഷ്യർക്കിടയിൽ പരിഗണിക്കപ്പെടുന്ന വസ്തുക്കൾ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിഗണിക്കുന്നത് മനുഷ്യർക്കിടയിൽ ആർക്കാണ് കൂടുതൽ സൂക്ഷ്മതയും കൂടുതൽ തഖ്വയും കൂടുതൽ ദൈവബോധവും അതനുസരിച്ചുള്ള ജീവിതവും ഉള്ളത് എന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഖുർആൻ ജനങ്ങൾക്ക് നൽകിയ ഈ ഐക്യത്തിന്റെ സന്ദേശം വളരെ വലുതാണ്. ഇന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ജനങ്ങളെല്ലാവരെയും നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്, ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ജന്മം കൊണ്ടവരാണ് മനുഷ്യരെല്ലാവരും. വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു, നിങ്ങൾ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തീർക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളെ അങ്ങനെ ആക്കിയിട്ടുള്ളത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവിടെയും അള്ളാഹു പറയുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവനാണ് അള്ളാഹുവിൽ കൂടുതൽ പരിഗണിക്കപ്പെടുന്നവൻ ആദരിക്കപ്പെടുന്നവൻ എന്നാണ്. അപ്പോൾ മനുഷ്യർക്കിടയിലുള്ള കുലവ്യത്യാസങ്ങൾ, തറവാട് വ്യത്യാസങ്ങൾ, ഇതൊക്കെ തന്നെ മനുഷ്യരെ തിരിച്ചറിയുവാനുള്ള ഒരു മേൽവിലാസം മാത്രമാണെന്നും എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളെന്ന നിലയ്ക്ക് ഏകോദര സഹോദരങ്ങളാകുന്നു എന്നുമുള്ളതാണ് ഈ വിശുദ്ധ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്ത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുകയാണ്, മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാവുകയാണ്. ചിലർ ഭാഷയുടെ പേരിൽ കലഹിക്കുന്നു,
മറ്റു ചിലരാട്ടെ മതത്തിന്റെ പേരിൽ, വേറെ ചില ആളുകൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ, പിന്നെ നിറത്തിന്റെയും കുലത്തിന്റെയും ഒക്കെ പേരിൽ വേറെയും, അങ്ങനെ പല വിധത്തിലും ഒന്നിച്ചു ജീവിച്ചു പോരേണ്ട ഈ മനുഷ്യ സമൂഹം തമ്മിൽ അടിച്ച് കലഹങ്ങൾ ഉണ്ടാക്കി പരസ്പരം തല്ലി മരിക്കുകയാണ്.